ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന പ്രിയ സഹോദരരെ, ജനുവരി 11 ശനിയാഴ്ച തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 3 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല എന്ന സാക്ഷാൽ ദൈവപുത്രൻ്റെ അംഗീകാരം ലഭിച്ച ഒരു വിശുദ്ധ ജന്മത്തെക്കുറിച്ചാണ്, സ്നാപയോഹന്നാനെക്കുറിച്ചാണ് സുവിശേഷത്തിലൂടെ തിരുസഭാ മാതാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. വലിയൊരു ദൗത്യമായാണ് സ്നാപയോഹന്നാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ ദൗത്യം എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ആ ദൗത്യ നിർവഹണത്തിനായി ജീവിതം ക്രമീകരിച്ച വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. തൊട്ടു മുൻപുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്നാപയോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ച്. അപ്രകാരം ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിൽ യാതൊരു മടിയും കൂടാതെ യേശുവിന് യോഹന്നാൻ വഴിമാറിക്കൊടുക്കുന്നു. യേശുവിൻ്റെ കടന്നുവരവ് യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ പോലും അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. 26 വാക്യത്തിൽ കാണുന്നു, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് ശിഷ്യന്മാർ പരാതിപ്പെടുന്നത്. എന്നാൽ യോഹന്നാൻ അതൊന്നും ഒരു ബുദ്ധിമുട്ടായി തീരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിനാണ് സ്നാപയോഹന്നാൻ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ജീവിത നിയോഗങ്ങളെക്കുറിച്ചും കൃപകളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം നമുക്കില്ല എങ്കിൽ മറ്റുള്ളവരുടെ വളർച്ചകൾ നമ്മെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് സുവിശേഷം നമ്മോട് പറയുന്നു. വീണ്ടും 27 വാക്യത്തിൽ പ്രകാരം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ദൈവം നൽകിയിരിക്കുന്നതിനേക്കാൾ അധികം എന്തോ ഉണ്ട് എന്ന് അഹങ്കാരത്തോടെ ആരും പെരുമാറരുതെന്ന് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് വഴി നമ്മോട് തന്നെ അടിവരയിട്ട് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചിന്തകളെ 2 കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാം. ഒന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മകൾ ദൈവം നൽകിയതായി കാണാൻ നമുക്ക് പരിശ്രമിക്കാം. 2, എന്നിലെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർത്തീകരണത്തിന് അപ്പുറത്തേക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് തിരിച്ചറിയാം. ഈ ഒരു കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യവും മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.